നേരത്തെ തന്നെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഈ ദുരന്തത്തിനിരയായവരെ പുനരധിവസിപ്പിക്കുന്ന കാര്യം. ആ പുനരധിവാസം ഇങ്ങനെയാകുമ്പോൾ നടക്കുമോ എന്നൊരാശങ്ക വലിയ തോതിൽ ഉയർന്നു വന്നിട്ടുണ്ട്. പുനരധിവാസത്തിന് കേന്ദ്ര സർക്കാരിന്റെ പങ്ക് വേണം എന്നുള്ളിടത്ത് തന്നെയാണ് സർക്കാർ നിൽക്കുന്നത്. നമ്മുടെ നാടാകെ അതിന്റെ ഭാഗമായി തന്നെ നിൽക്കേണ്ടതുമാണ്, അതിലൊരു സംശയമില്ല. പക്ഷേ 2018 ആവർത്തിച്ചാലോ, 2018 മഹാപ്രളയം വന്നു, നാടാകെ തകർന്നു, സഹായിക്കാൻ തയ്യാറായവരെ വരെ തടയുന്ന നില വന്നു, ഒരു സഹായവും തന്നില്ല. ഇവിടെ പിരിച്ചു വെച്ചിട്ടുണ്ട്, നിങ്ങൾ ഇങ്ങോട്ട് വന്ന് വാങ്ങണമെന്ന് പറഞ്ഞത് അങ്ങോട്ട് ചെല്ലാൻ അനുമതി നിഷേധിച്ചു. എല്ലാ തരത്തിലും നിഷേധാത്മക സമീപനം. എന്താ രാജ്യവും ലോകവും കണ്ടത്? ആശ്ചര്യകരമായ രീതിയിലുള്ള പുനർനിർമ്മാണം. കേരളത്തിന്റെ തകർച്ചയിൽ വലിയ മനോവേദനയോടെ നോക്കിക്കണ്ടവർ, അവര് കേരളത്തിന്റെ പുനരുദ്ധാരണം നല്ല രീതിയിൽ നടക്കുന്നത് കണ്ടപ്പോൾ ആശ്ചര്യപ്പെട്ടു. എങ്ങനെ ഇത് സാധിച്ചു? എങ്ങനെ ഇത് സാധിച്ചു എന്ന ചോദ്യത്തിന് ഒരു ഉത്തരമേ ഉള്ളൂ, അത് കേരളമാണ്. കേരളത്തില് അതും സാധിക്കും, അതിനപ്പുറവും സാധിക്കും. എന്തുകൊണ്ട്? നമ്മുടെ നാടിന്റെ ഒരുമയും ഐക്യവും, നമ്മുടെ ജനങ്ങളുടെ ഒരുമയും ഐക്യവും. അതിലൂടെയാണ് അസാധ്യമാണെന്ന് കരുതുന്ന പലതും നേടിയെടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുള്ളത്. ഇതിലും അത് തന്നെയാണ് സംഭവിക്കുക. എന്താണോ പ്രഖ്യാപിച്ചത്, ആ പ്രഖ്യാപിച്ചതിൽ ഒരു മാറ്റവും ഉണ്ടാവില്ല.